Now we are going to discuss the question, demonstrate the accurate reconstruction of a continuous signal from discrete samples, ensuring fidelity in signal recovery. So, in the answer, we have to state and prove the sampling theorem. എന്താണ് sampling theorem? A continuous signal can be completely represented in its samples and recovered back if the sampling frequency fs is greater than or equal to twice of the maximum frequency component of the message signal fm. അപ്പോൾ this is nothing but fs greater than or equal to 2fm. Now we can see the proof. First figure നോക്കാം. ടൈം ഡൊമെയിൻ റെപ്രസെൻറ്റേഷൻ ഓഫ് എക്സ് ഓഫ് ടി. അപ്പോൾ ഇത് എക്സ് ഓഫ് ടിയുടെ ഒരു ടൈം ഡൊമെയിൻ റെപ്രസെൻറ്റേഷൻ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ തന്നെ ഫ്രീക്വൻസി സ്പെക്ട്രം ഒരു ട്രയാങ്കിൾ കൊടുത്തിട്ടുള്ളത്. ഫ്രീക്വൻസി സ്പെക്ട്രം എക്സ് ഓഫ് ഒമേഗ, വൈ ആക്സിസിൽ എക്സ് ഓഫ് ഒമേഗ ആയിരിക്കും, എക്സ് ആക്സിസിൽ ഒമേഗ. സോ ദാറ്റ് ഈസ് റേഞ്ചിങ് ഫ്രം -ωm ടു +ωm. ഇനി സാമ്പിളിംഗ് ഓഫ് ദ ഇൻപുട്ട് സിഗ്നൽ എക്സ് ഓഫ് ടി, അതായത് എക്സ് ഓഫ് ടിയുടെ സാമ്പിളിംഗ് എന്ന് പറയുന്നത് ഇറ്റ് ക്യാൻ ബി റെപ്രസെൻറ്റഡ് ലൈക്ക് എക്സ് ഓഫ് ടി ആൻഡ് ആൻ ഇമ്പൾസ് ട്രെയിൻ ഡെൽറ്റ ടി മൾട്ടിപ്ലൈഡ്. അതായത് എക്സ് ഓഫ് ടിയും ഡെൽറ്റ ടി ഇമ്പൾസ് ട്രെയിനും കൂടി മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ വൈ ഓഫ് ടി കിട്ടും. അതാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. സോ ഇത് എക്സ് ഓഫ് ടി, ദെൻ ദിസ് ഈസ് ഇമ്പൾസ് ട്രെയിൻ ഡെൽറ്റ ഓഫ് ടി ആൻഡ് ദാറ്റ് ഈസ് മൾട്ടിപ്ലൈഡ്. എക്സ് ഓഫ് ടിയും ഡെൽറ്റ ടിയും കൂടി മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എക്സ് ഓഫ് ടിയുടെ സാമ്പിൾഡ് സിഗ്നൽ വൈ ഓഫ് ടി ലഭിക്കും. നൗ ദിസ് സാമ്പിൾ സിഗ്നൽ കൺസിസ്റ്റ് ഓഫ് ഇമ്പൾസസ് സ്പേസ്ഡ് എവറി ts സെക്കൻഡ്സ്. ഇനി ഡെൽറ്റ ഓഫ് ടിയുടെ ഒരു ട്രിഗ്നോമെട്രിക് ഫോറിയർ സീരീസാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഡെൽറ്റ ടീനെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യാൻ പോകുന്നത് ഫോറിയർ സീരീസ് ആയിട്ടാണ്. അപ്പോൾ ഫസ്റ്റ് ടേം എ നോട്ട് കണ്ടുപിടിക്കണം. സോ എ നോട്ട് ഈക്വൽ ടു 1/t ഇൻറ്റഗ്രൽ എക്സ് ഓഫ് ടി ഡി ടി. നമുക്കറിയാം ഡെൽറ്റ ഓഫ് ടി എന്ന് പറയുന്നത് ഈക്വൽ ടു 1, t ഈക്വൽ ടു 0, 0, t നോട്ട് ഈക്വൽ ടു 0. സോ എ നോട്ട് ഈക്വൽ ടു 1/t എന്ന് കിട്ടും ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ. 1/t ഇൻറ്റഗ്രൽ ഡെൽറ്റ ടി ഡി ടി. സിമിലർലി എ എൻ എന്ന് പറയുന്നത് 2/t ഇൻറ്റഗ്രൽ t0 ടു t0 പ്ലസ് ts delta t cos n omega s t dt. So that will get us 2/t. Then an we have 0. അപ്പോൾ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എ നോട്ടും എ എന്നും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ വിൽ ഗെറ്റ് ദ ഡെൽറ്റ ടി ആസ് 1/t പ്ലസ് സിഗ്മ n ഈക്വൽ ടു 1 to infinity 2/t cos n omega s t. അതൊന്ന് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ 1/t ഇൻറ്റു 1 + 2 cos omega s t പ്ലസ് 2 omega s t പ്ലസ് 2 cos 3 omega s t എക്സെട്ര. ഇനി നമുക്ക് സാമ്പിൾഡ് സിഗ്നൽ എന്ന് പറയുന്നത് വൈ ഓഫ് ടി ഈക്വൽ ടു എക്സ് ഓഫ് ടി ഇൻറ്റു ഡെൽറ്റ ടി. അപ്പോൾ ഇതിനെ എല്ലാം നമ്മൾ എക്സ് ഓഫ് ടി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഡെൽറ്റ ടിക്ക് നമുക്കൊരു എക്സ്പ്രഷൻ കിട്ടിയല്ലോ, അതിനെ എക്സ് ഓഫ് ടി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഓരോ ടേമിലും എക്സ് ഓഫ് ടി വരും. 1/t ഇൻറ്റു എക്സ് ഓഫ് ടി പ്ലസ് 2 എക്സ് ഓഫ് ടി കോസ് ഒമേഗ എസ് ടി പ്ലസ് 2 എക്സ് ഓഫ് ടി കോസ് 2 ഒമേഗ എസ് ടി പ്ലസ് 2 എക്സ് ഓഫ് ടി കോസ് 3 ഒമേഗ എസ് ടി പ്ലസ് എക്സെട്ര. ഇനി നമ്മൾ 2 കോസ് ഒമേഗ എസ് ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? e raised to minus j omega s t plus e raised to j omega s t. അതായത് നമുക്കറിയാം കോസ് ഒമേഗ എസ് ടിയുടെ ഒരു ഇക്വേഷൻ ഉണ്ടല്ലോ, ദാറ്റ് കോസ് തീറ്റ ഈക്വൽ ടു ഇ റേസ് ടു ജെ തീറ്റ പ്ലസ് ഇ റേസ് ടു മൈനസ് ജെ തീറ്റ ഡിവൈഡഡ് ബൈ 2. അപ്പോൾ ആ ഒരു റിലേഷനാണ് നമ്മളിവിടെ അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ 2 കോസ് ഒമേഗ ടിക്ക് നമുക്ക് പകരം ഇ റേസ് ടു മൈനസ് ജെ ഒമേഗ എസ് ടി പ്ലസ് ഇ റേസ് ടു പ്ലസ് ജെ ഒമേഗ എസ് ടി എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റും. അതുപോലെ കോസ് 2 ഒമേഗ എസ് ടിക്ക് ആണെങ്കിൽ ഇ റേസ് ടു മൈനസ് ജെ 2 ഒമേഗ എസ് ടി പ്ലസ് ഇ റേസ് ടു പ്ലസ് 2 ജെ ഒമേഗ എസ് ടി എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റും. ഇനി ഇതിൻ്റെ ഫൊറിയർ ട്രാൻസ്ഫോം എടുക്കാം. ഫസ്റ്റ് എക്സ് ഓഫ് ടിയുടെ ഫൊറിയർ ട്രാൻസ്ഫോം എടുക്കുമ്പോൾ എക്സ് ഓഫ് ജെ ഒമേഗ, അതുപോലെ ഇ റേസ് ടു മൈനസ് ജെ ഒമേഗ എസ് ടി എന്ന് പറയുമ്പോൾ എക്സ് ഓഫ് ജെ ഓഫ് ഒമേഗ പ്ലസ് ഒമേഗ എസ്. അത് ഫ്രീക്വൻസി ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടിയാണ് ഫൊറിയർ ട്രാൻസ്ഫോമിൻ്റെ.
ഫ്രീക്വൻസി ഷിഫ്റ്റ് ചെയ്യുക ഒമേഗ പ്ലസ് ഒമേഗ എസ്. ദെൻ ഇ റേസ് ടു ജെ ഒമേഗ എസ് ടി ഇൻറ്റു എക്സ് ഓഫ് ടി ആണെങ്കിൽ എക്സ് ജെ ഓഫ് ഒമേഗ മൈനസ് ഒമേഗ എസ്. ഇനി ഇ റേസ് ടു ജെ മൈനസ് ജെ ടു ഒമേഗ എസ് ടി ആകുമ്പോൾ എക്സ് ജെ ഓഫ് ഒമേഗ പ്ലസ് ടു ഒമേഗ എസ്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ വിൽ ഗെറ്റ് എ സീരീസ് 1/t സിഗ്മ n ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എക്സ് ജെ ഓഫ് ഒമേഗ മൈനസ് എൻ ഒമേഗ എസ് എന്ന് കിട്ടും. അപ്പോൾ ഇതിൻ്റെ സ്പെക്ട്രം ഇപ്പോൾ കിട്ടിയ ഒരു വൈ ഓഫ് ഒമേഗയുടെ സ്പെക്ട്രമാണ് ഈ കാണിച്ചിട്ടുള്ളത്. നമ്മൾ നേരത്തെ കാണിച്ചത് എന്തായിരുന്നു? എക്സ് ഓഫ് ഒമേഗ ആയിരുന്നു. അതിന് ഒരു ട്രയാങ്കിൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഇവിടെ വൈ ഓഫ് ഒമേഗ വന്നപ്പോൾ ഒരു ട്രയാങ്കിളിൻ്റെ ട്രെയിനാണ് വരുന്നത്. ഇവിടെ ശ്രദ്ധിക്കാം, മൈനസ് ഒമേഗ എസ് ടു പ്ലസ് ഒമേഗ എസ് ആയിട്ടുള്ള ഒരു ട്രെയിനാണ് കിട്ടുന്നത്. ഇനി ഇതന്നെ 3 കേസ് ഉണ്ട്. എഫ് എസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2FM എഫ് എസ് ഈക്വൽ ടു 2FM അതുപോലെ എഫ് എസ് ലെസ് ദാൻ 2FM. അപ്പോൾ എഫ് എസ് ഗ്രേറ്റർ ദാൻ 2FM ആകുമ്പോൾ നോക്കുക, ഈ ട്രയാങ്കിൾസ് തമ്മിലൊരു സ്പേസ് ഉണ്ട്. അതേസമയം എഫ് എസ് ഈക്വൽ ടു 2FM ആകുമ്പോൾ കറക്റ്റ് അത് ടച്ച് ചെയ്യുന്ന രീതിയിലാണ് കിട്ടുക, പെർഫെക്റ്റ് സാമ്പിളിങ്. ഇനി എഫ് എസ് ലെസ് ദാൻ 2FM ആകുമ്പോൾ ഈ ട്രയാങ്കിൾസ് തമ്മിൽ ഓവർലാപ്പിംഗ് വരും. അപ്പോൾ ഈ ഒരു കണ്ടീഷൻ ഉണ്ടല്ലോ, എഫ് എസ് ലെസ് ദാൻ 2FM, അതിന് പറയുന്ന ടേമാണ് അലിയാസിങ്. ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് അണ്ടർ സാമ്പിളിങ്. അപ്പോൾ എഫ് എസ് ലെസ് ദാൻ 2FM ആകുമ്പോഴാണ് അലിയാസിങ് സംഭവിക്കുക. സോ അത് തമ്മിൽ എന്തുണ്ടാവും, ഇതിൽ ഓവർലാപ്പിംഗ് വരുന്നുണ്ട്. ഓക്കെ, അലിയാസിങ് എന്നുള്ളത് ഒരു 4 മാർക്ക് 3 മാർക്ക് ക്വസ്റ്റ്യൻസ് ആയിട്ടും ചോദിക്കാറുണ്ട്. So this is about the statement and proof of sampling theorem. Thank you.